JEE Main 2024 Phase 1 Chemistry 31st January Shift 2 question number 23 ലോട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. A compound X with molar mass 108 undergo acylation to give a product with molar mass 192. അപ്പം നമുക്ക് ഇനീഷ്യലി കോമ്പൗണ്ട് എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ അതിന്റെ മൊളാർ മാസ് 108 തന്നിട്ടുണ്ട്, 108 ഗ്രാമ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ മൊളാർ മാസ് 192 ആണ്. സോ നമുക്ക് ഇവിടെ എത്രയാണ് ഡിഫറൻസ് എന്ന് നോക്കുന്ന സമയത്ത് 192 മൈനസ് 108 നോക്കുന്ന സമയത്ത് നമുക്ക് 12 എന്ന് 8 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് 4 വരും. ദിസ് വിൽ ബി 8. ദിസ് ഈസ് ബിക്കം വാട്ട് 84 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് നമുക്ക് എന്ത് വരും, ആൻസർ വരും അല്ലെ. നമുക്ക് 84 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് എന്ത് വരും, ആൻസർ വരും. അപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഇൻക്രീസ് ഇൻ മോളിക്കുലാർ വെയിറ്റ്, ഞാൻ അങ്ങനെ തന്നെ എഴുതാം, ടോട്ടൽ ഇൻക്രീസ് ഇൻ മോളിക്കുലാർ വെയിറ്റ് തന്നിട്ടുള്ളത് 84 ഗ്രാം ആണ്. ടോട്ടൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഇനി പറയുന്നത് അസൈലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമിനോ ഗ്രൂപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അമിനോ ഗ്രൂപ്പുകൾ ഇപ്പൊ ഞാൻ പറയുന്നു RNH2 എന്ന് പറയുന്ന ഒരു അമൈഡിനെ ഞാൻ CH3COCl ഞാൻ അസൈലേഷൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതെന്തായിട്ട് മാറും, RNHC ഡബിൾ ബോണ്ട് O എന്തായിട്ട് മാറി, CH3 ആയിട്ട് മാറി. Is it right? അപ്പം ഇനീഷ്യലി ഇതിന്റെ മാസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആറിന്റെ മാസ് 108 അല്ലെ, കോമ്പൗണ്ട് എക്സ് 108 ആണ്. പ്ലസ് ഇതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ NH2വിന്റെ മാസ് ആണ്. NH2വിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ വരുന്നത് 14ഉം 2 ഹൈഡ്രജൻ 16ഉം. അപ്പൊ ടോട്ടൽ ഇതിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 16 വരുന്ന സമയത്ത് 118 124 ഗ്രാം ആണ് ഇവിടുത്തെ ഇതിന്റെ മാസ് വരുന്നത്. അപ്പം അത് RNHCOCH3 ആകുമ്പോൾ ഉള്ള മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാസ് ആറിന്റെ മാസ് കോമ്പൗണ്ട് എക്സിന്റെ മാസ് 108 പ്ലസ് NHCOCH3 NHന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15, കാർബണും ഓക്സിജനും കാർബൺ 12 ഓക്സിജൻ 16 മറ്റേത് 15 വരും. ടോട്ടൽ മാസ് നോക്കുന്ന സമയത്ത് ഇത് എത്ര മാസ് വരും നോക്കുക, 108 പ്ലസ് 15 30 30ഉം 46 46ഉം 48 58. സോ 58ഉം 150ഉം 158ഉം 166 എന്ന് പറയുന്ന മാസിലോട്ട് എത്തുന്നു. അപ്പം ഇവരുടെ രണ്ടിന്റെയും ഡിഫറൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് 166 മൈനസ് 124 നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം റേഞ്ച് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ നോക്കുന്ന റേഞ്ചിലുള്ള ഡിഫറൻസ് വരുന്ന സമയത്ത് ഇവിടെ എത്ര വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ഇവിടെ 4 ആണ്. അപ്പൊ 42 ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പൗണ്ട് എക്സിന്റെ മൊളാർ മാസ് 108 അണ്ടർഗോ അസൈലേഷൻ ടു ഗിവ് പ്രൊഡക്റ്റ് വിത്ത് മൊളാർ മാസ് 192 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോട്ടൽ ചേഞ്ച് ഇൻ മൊളാർ മാസ് വന്നുള്ളത് 84 ആണ്. 84 ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ഇൻ മൊളാർ മാസ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് അമിനോ ഗ്രൂപ്പുകൾ എത്രയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു അമിനോ ഗ്രൂപ്പ് ആണ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. ഒരു അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം RNH2വിന്റെ മാസ് 124 ഗ്രാം 108ഉം NH2വിന്റെ മാസ് 16 വരുമ്പോൾ 124 ഗ്രാമിൽ നിന്ന് അത് RNHCOCH3 ആവുന്ന സമയത്ത് അത് 166 ഗ്രാം ആയിട്ട് മാറുന്നു. അതിന്റെ ഡിഫറൻസ്. അപ്പോൾ ഒരു അമിനോ ഗ്രൂപ്പ് കയറുമ്പോൾ അമിനോ ഗ്രൂപ്പിന്റെ മാസ് വരുന്നത് എത്രയാണ്, 42 ഗ്രാം ആണെങ്കിൽ നിങ്ങളോട് ഇനി ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അതിന്റെ മാസ് മോളിക്കുലാർ മാസ് ഡിഫറൻസ്, ടോട്ടൽ ഡിഫറൻസ് ഇൻ മോളിക്കുലാർ മാസ് 84, ഒരു അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോഴുള്ള മാസ് 42. നിങ്ങൾക്ക് എത്ര കിട്ടുന്നു, ആൻസർ 2 എന്ന് പറയുന്ന ആൻസറിലോട്ട് എത്തുന്നു. സോ അതിന്റെ ആൻസർ ഡയറക്ട്ലി നമുക്ക് പറയാം, ഡയറക്ട്ലി എത്ര അമിനോ ഗ്രൂപ്പ് ആണ് അവിടെ പ്രസന്റ് ആവുന്നത്, 2 ആണ് അവിടെയുള്ള അമിനോ ഗ്രൂപ്പ്. ഒരു ഡയറക്ട്ലി പ്യുവർ ഒരു ലോജിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് വീണ്ടും ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയാം. എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് 108. അപ്പൊ ആ 108ൽ നിന്ന് അസൈലേഷൻ ചെയ്തതിന് ശേഷമുള്ള മോളിക്കുലാർ മാസ് 192. അപ്പൊ അസൈലേഷൻ ചെയ്യുന്നതിന്റെ മുന്നേയും അസൈലേഷൻ ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് ഓഫ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 84. ഇനി അസൈലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അമിനോ ഗ്രൂപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അമിനോ ഗ്രൂപ്പ് അസൈലേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അവിടെ
ഉണ്ടാവുന്ന ഡിഫറൻസ് 42. അപ്പം ആ 42 ആണ് അതിന്റെ ഗിവൺ മാസ്, അല്ല നമ്മുടെ മോളിക്കുലർ മാസ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, നമുക്ക് അവിടെ 84 ആണ്. നമ്മുടെ ടോട്ടൽ ചേഞ്ച് ഇൻ മോളിക്കുലർ മാസ് 84 ആണ്. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യുക, 42 ചെയ്യുക. 42 ചെയ്യുമ്പോൾ അവിടെ എത്ര മോൾസ് ഓഫ് അമിനോ ഗ്രൂപ്പുകൾ ഉണ്ട്, നമുക്ക് 2 മോൾസ് ഓഫ് അമിനോ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. യു ഗോട്ട് ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.